ഹരഡീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആതിര ജെയിംസ്. നോക്കാം 100 പ്രധാന വാർത്തകൾ അരമണിക്കൂറിൽ. എലിസബത്ത് രാജ്ഞിക്ക് വിട. അന്ത്യം സ്കോട്ട്ലൻഡിലെ ബാൽമോറൽ കാസിലിൽ. മൃതദേഹം ഉടൻ ബ്രിട്ടനിലെത്തിക്കും. 10 ദിവസം സമ്പൂർണ്ണ ദുഃഖാചരണം. അനുശോചിച്ച ലോക നേതാക്കൾ. ചാൾസ് രാജകുമാരൻ ബ്രിട്ടീഷ് രാജാവാകും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ പദയാത്രയുടെ 3ാം ദിനത്തിന് നാഗർകോവിലിൽ തുടക്കം. രാത്രി 7 മണിയോടെ മുളകുമൂട് സമാപിക്കും. യാത്ര മറ്റന്നാൾ കേരളത്തിൽ. ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന്റെ വീണ്ടെടുപ്പായിരിക്കുമെന്ന് മുസ്ലിം ലീഗ്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് പ്രവചനം. മത്സ്യബന്ധനത്തിന് വിലക്ക്. മുതലപ്പൊഴി ബോട്ടപകടത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ക്രെയിനുകൾ ഉപയോഗിച്ച് പുലിമുട്ടിന് സമീപം കുരുങ്ങിക്കിടക്കുന്ന ബോട്ടും വലയും വീണ്ടെടുക്കാൻ ശ്രമം. മത്സ്യത്തൊഴിലാളികൾ വലയ്ക്കുള്ളിൽ കുരുങ്ങിപ്പോകാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. കടലിലെ അടിയൊഴുക്കും കാറ്റും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം. ഫോർട്ട് കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളിക്ക് വെടിയേറ്റ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. വെടിയുണ്ടയുടെ ശാസ്ത്രീയ പരിശോധന ഉടൻ. രേഖകൾ ഹാജരാക്കാൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. പരിക്കേറ്റ അഴീക്കൽ സ്വദേശി സെബാസ്റ്റ്യൻ ഇന്ന് ആശുപത്രി വിടും. വിഴിഞ്ഞം സമരം 25ാം ദിനത്തിൽ. 3 വൈദികരും 3 മത്സ്യത്തൊഴിലാളികളും ഉപവാസമിരിക്കും. ചെറിയതുറ, കൊച്ചുതോപ്പ് ഇടവകകൾ ഇന്ന് സമരമുഖത്തേക്ക്. മൂലംപിള്ളിയിൽ നിന്നുള്ള ജനബോധന യാത്രയോടെ സംസ്ഥാന വ്യാപക സമരത്തിന് ആഹ്വാനം. സമരസമിതി യോഗം ഉടൻ. ഇരിട്ടി ചാവശ്ശേരിയിൽ വീണ്ടും സ്ഫോടനം. അർദ്ധരാത്രി സ്ഫോടനം നടന്നത് RSS പ്രവർത്തകനായ സുധീഷിന്റെ വീടിന് മുന്നിൽ. മേഖലയിൽ RSS SDPI സംഘർഷം നിലനിന്നിരുന്നു. തൃശൂരിൽ പുലികളിക്കായുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. തൃശൂർ റൗണ്ടിൽ പുലികൾ ഇറങ്ങുക ഞായറാഴ്ച. ഇക്കുറി നഗരത്തെ ത്രസിപ്പിക്കാൻ ഇറങ്ങുന്നത് 5 സംഘങ്ങൾ. പുലിച്ചമയങ്ങളുടെ പ്രദർശനത്തിനും തുടക്കം. തൃശൂരിൽ തെരുവ് നായയെ ഭയന്ന് ബൈക്കിൽ നിന്ന് വീണ യുവതിക്ക് പരിക്ക്. അപകടം പെരുമ്പിലാവ് തിപ്പലിശ്ശേരിയിൽ. മേഴത്തൂർ സ്വദേശി ഷൈനി ചികിത്സയിൽ. കേരളത്തിലെ തെരുവുനായ പ്രശ്നം ഇന്ന് സുപ്രീം കോടതിയിൽ. ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് UU ലളിത് അധ്യക്ഷനായ ബെഞ്ച്. സാബു സ്റ്റീഫൻ, ഫാദർ ഗീവർഗീസ് തോമസ് എന്നിവർ ഹർജിക്കാർ. ബിൽക്കിസ് ബാനു ബലാത്സംഗ കേസിലെ പ്രതികളെ മോചിപ്പിച്ചതിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. ഹർജിക്കാർ CPIM നേതാവ് സുഭാഷിണി അലി, മാധ്യമപ്രവർത്തക രേവതി ലാൽ, സാമൂഹിക പ്രവർത്തക രൂപരേഖ റാണി തുടങ്ങിയവർ. തിരുവനന്തപുരം നഗരസഭയിൽ ഓണസദ്യ മാലിന്യത്തിലിട്ട് പ്രതിഷേധിച്ചവർക്കെതിരായ നടപടി പിൻവലിക്കാൻ ഭരണസമിതിക്ക് മേൽ സമ്മർദ്ദം ശക്തം. CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ പരാതി അറിയിച്ചു. CPIM വിഷയത്തിൽ ഇടപെടും. തൊഴിലാളികൾക്കെതിരായ ഹെൽത്ത് സൂപ്പർവൈസറുടെ റിപ്പോർട്ട് അസംബന്ധമെന്ന വിമർശനം. ശ്രീനന്ദ് വിനോദ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 വിജയി. തിരുവനന്തപുരം സ്വദേശികളായ ആൻ ബെൻസൺ 2ാമതും അക്ഷിത് K അജിത്ത് 3ാമതും എത്തി. ഗ്രാൻഡ് ഫിനാലെയിൽ മാറ്റുരച്ചത് 7 കുട്ടിത്താരങ്ങൾ. പാലാ നഗരത്തിൽ വൈദ്യുത പോസ്റ്റുകളിൽ തീപിടിക്കുന്ന സംഭവം വ്യാപകം. കഴിഞ്ഞ 6 മാസത്തിനകം റിപ്പോർട്ട് ചെയ്തത് 5-ലധികം തവണ. മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെടുന്നതിൽ പൊറുതിമുട്ടി വ്യാപാരികൾ. ഫെറോക്ക് ചാലിയാർ ജലമേളയ്ക്കായി കാസർഗോഡ് നിന്നുള്ള ബോട്ടുകൾ ഇന്ന് ചാലിയാറിലെത്തും. മത്സരം നാളെ. 54ാമത് സംസ്ഥാന ഷൂട്ടിംഗ് മത്സരം ഇന്ന് മുതൽ ഈ മാസം 12 വരെ പാലക്കാട് ചന്ദ്രനഗറിലെ ജില്ലാ റൈഫിൾ അസോസിയേഷനിൽ. രാവിലെ 10:30 മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ഓണോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന്. ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ രാത്രി 7:30 മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം ടൊവിനോ തോമസ് മുഖ്യാതിഥിയാകും. നോട്ടിംഗ്ഹാം മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ UK-യിൽ ആദ്യമായി കുട്ടികളുടെ ഒരു ഗായക സംഘം. സിംഗിംഗ് സ്റ്റാർസ് എന്ന പേരിലാണ് കുട്ടികളുടെ സംഘം അരങ്ങിലെത്തുക. 5 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികളാണ് സംഗീത സംഘത്തിലുള്ളത്. കേരള സാഹിത്യോത്സവ മത്സര പരിപാടികൾക്ക് ഇന്ന് മൂവാറ്റുപുഴയിൽ തുടക്കം. വിവിധ മത്സരങ്ങളിലായി 2000 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി 33 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും. ദേശീയ വാർത്തകൾ. പൊതു തെരഞ്ഞെടുപ്പിനെ ഒരുമിച്ച് നേരിടുമെന്ന് മമതാ ബാനർജി. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറും ഹേമന്ത് സോറനും മറ്റ് നേതാക്കളും ഒരുമിക്കുമെന്ന് മമത. ഡൽഹിയിൽ സൈബർ തട്ടിപ്പ് സംഘം പിടിയിൽ. 65 പേരാണ് അറസ്റ്റിലായത്. തട്ടിപ്പ് നടത്തിയത് BES വൈദ്യുതി ബിൽ പുതുക്കാനെന്ന വ്യാജേന 100-ലധികം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന് DCP.
ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ച തെലങ്കാന സർക്കാർ. അവധി ഗണേശ വിഗ്രഹ നിമജ്ജനത്തോടനുബന്ധിച്ച് നവംബർ 12 പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും സർക്കാർ. പഞ്ചാബിലെ അമൃത്സറിൽ ആൾക്കൂട്ടക്കൊല. ഹർമൻജീത് യുവാവിനെ കൊലപ്പെടുത്തിയത് 3-അംഗ സംഘം. കൊലപാതകം ലഹരി മരുന്ന് ഉപയോഗം ആരോപിച്ചു. മാനവ വികസന സൂചികയിൽ ഇന്ത്യ വീണ്ടും പിന്നിൽ. പട്ടികയിൽ 132-ാം സ്ഥാനം. സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ് എന്നീ രാജ്യങ്ങളാണ് ആദ്യ സ്ഥാനങ്ങളിൽ. മധ്യപ്രദേശിലെ ഇൻഡോറിൽ 3.72 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം പിടികൂടി ഇന്റലിജൻസ്. 3 പേർ അറസ്റ്റിലായി. ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണ രീതി കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിച്ച കരസേന. നടപടി ലഡാക്ക് സംഘർഷത്തിന് ശേഷം ഇനി അരുണാചൽ മേഖലയിലും ശ്രദ്ധ പതിപ്പിക്കും. ഭുവനേശ്വരിൽ വിഷാംശമുള്ള ഉറുമ്പുകളുടെ സാന്നിധ്യം. ഉറുമ്പുകളെ കണ്ടെത്തിയത് പുരി ജില്ലയിലെ ബ്രാഹ്മണസാഹി ഗ്രാമത്തിൽ. പ്രദേശത്ത് നിന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. സാമ്പിളുകൾ ശേഖരിച്ച ശാസ്ത്രജ്ഞർ. ഇന്ത്യ അവസരങ്ങളുടെ രാജ്യമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാൻ ഫ്രാൻസിസ്കോയിലെ സ്റ്റാൻഫോർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ബിസിനസിലെ അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹമാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കേന്ദ്രം പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് ട്വിറ്റർ ഉൾപ്പെടെയുള്ള സമൂഹമാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്തതിനെതിരായ ഹർജി പരിഗണിക്കുന്നതിനിടെ. പാക് ഭീകരർ അന്താരാഷ്ട്ര അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ സാധ്യതയുള്ളതായി രഹസ്യവിവരം. അതിർത്തിയിൽ കനത്ത ജാഗ്രതയിൽ സുരക്ഷാസേന. ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരർ അതിർത്തി കടന്നെത്തുമെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ്. 2008 മാലേഗാവ് സ്ഫോടന കേസിലെ ഒരു സാക്ഷി കൂടി കൂറുമാറി. മൊഴി മാറ്റിയത് കേസിലെ 26-ാം സാക്ഷി. രജൌരി സെക്ടർ സന്ദർശിച്ച ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രവർത്തന തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. രാജ്യാന്തര വാർത്തകൾ. പാകിസ്ഥാനിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി UN സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് നാളെ എത്തും. രാജ്യത്തെ പ്രളയക്കെടുതി സംബന്ധിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. സുഡാനിൽ വിവിധ വംശീയ കലാപങ്ങളിലായി ഈ വർഷം ഇതുവരെ 380 പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. 430 പേർക്ക് പരുക്ക്. അറബ് ആഫ്രിക്കൻ വംശജരാണ് കൂടുതൽ ഏറ്റുമുട്ടൽ നടത്തുന്നതെന്ന് UN മാനുഷിക സേവനകാര്യ വിഭാഗം. യുക്രൈൻ തലസ്ഥാന നഗരമായ കിയേവിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. സന്ദർശനം യുക്രൈന് $2.7 ബില്യൺ പുതിയ സൈനിക സഹായം പ്രഖ്യാപിച്ചതിന് പിന്നാലെ. ചൈനയിലെ ശക്തമായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 82ആയി. കാണാതായി 35 പേർക്കായി തെരച്ചിൽ. സിച്ചുവാൻ പ്രവിശ്യയിൽ ഭൂചലനമുണ്ടായത് തിങ്കളാഴ്ച. വടക്കൻ കാലിഫോർണിയയിൽ കാട്ടുതീ വ്യാപനം. 7000 ഏക്കർ വനഭൂമി കത്തി നശിച്ചു. താഹോ നാഷണൽ ഫോറസ്റ്റ് പരിസരത്തുള്ളവരെ പൂർണ്ണമായി ഒഴിപ്പിക്കാൻ തീരുമാനം. അമേരിക്കയുടെ പ്രതിരോധ രംഗത്ത് ചൈനയുടെ കടന്നുകയറ്റം. F-35 യുദ്ധവിമാന നിർമ്മാണത്തിൽ ചൈനീസ് കമ്പനിയുടെ ഉപകരണങ്ങൾ കണ്ടെത്തി. വിമാന വിൽപ്പന നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച പെന്റഗൺ. അമേരിക്കയിൽ തൊഴിൽ രഹിതരുടെ എണ്ണം കുറയുന്നതായ റിപ്പോർട്ട്. തൊഴിൽ രഹിതർക്കുള്ള ആനുകൂല്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്യുന്ന അമേരിക്കക്കാരുടെ എണ്ണം 3 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. പ്രതിമാസ നിയമനങ്ങൾ കൂടിയതായും റിപ്പോർട്ട്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രഹസ്യ ഫയലുകൾ പരിശോധിക്കുന്നത് മരവിപ്പിച്ച നടപടിക്കെതിരെ അപ്പീലുമായി US നീതിന്യായ വകുപ്പ്. ട്രംപിന്റെ ഫ്ലോറിഡയിലെ വീട്ടിൽ പരിശോധന നടന്നത് ഓഗസ്റ്റ് 8-ന്. ജർമ്മനിയിലെ അൻസ്ബാക്കിൽ കത്തി ആക്രമണം. 2 പേർക്ക് പരുക്ക്. അക്രമി കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. അന്വേഷണം ആരംഭിച്ചു. കുടിയേറ്റ പ്രവാഹത്തെ തുടർന്ന് ടെക്സസ്, അരിസോണ എന്നിവിടങ്ങളിൽ പൊതു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വാഷിംഗ്ടൺ മേയർ. അതിർത്തി കടന്നെത്തിയത് 10,000-ഓളം കുടിയേറ്റക്കാർ. അമേരിക്കയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഉത്തര കൊറിയ. അമേരിക്കയെ നേരിടാൻ ആവശ്യമായ ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് കിം ജോങ് ഉൻ. സ്പോർട്സ്. ജാവലിൻ ത്രോയിൽ ചരിത്രമെഴുത്ത് നീരജ് ചോപ്ര. ഡയമണ്ട് ലീഗിൽ സ്വർണ്ണ നേട്ടം. 88.44 ദൂരം പിന്നിട്ടു. ഡയമണ്ട് ലീഗിൽ ഒരു ഇന്ത്യൻ താരം സ്വർണം നേടുന്നത് ഇതാദ്യം. ഗ്രഹാം പോട്ട് ചെൽസി പരിശീലകനാകുമെന്ന് റിപ്പോർട്ട്. ചെൽസി പരിശീലകനായ തോമസ് ടുഷേലിനെ നേരത്തെ പുറത്താക്കിയിരുന്നു. ലീഗിൽ ചെൽസി 6-ാം സ്ഥാനത്ത്. ടെന്നീസ് ലോകത്തിന് നിരാശ. റോജർ ഫെഡറർ ലേവർ കപ്പിൽ കളിച്ചേക്കില്ല. പരുക്കാണ് തിരിച്ചടിയായത്. ജില്ലാ വാർത്തകൾ.
വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്കായി ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാല്യം പുരസ്കാരം 2021 അപേക്ഷിക്കാം. അവസരം കലാ, കായികം, സാഹിത്യം, ശാസ്ത്രം, സാമൂഹികം, IT മേഖല, കൃഷി, മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന 6-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക്. ഓരോ ജില്ലയിലും 4 കുട്ടികൾക്ക് വീതം പുരസ്കാരം. കലമലം ചാത്തമ്പാറയിൽ ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികനായ കുന്നുവാരം സ്വദേശി സുധീർ മരിച്ചു. അപകടം നഗരൂർ ചാത്തമ്പാറ റോഡിൽ. ഓർമ്മക്കുറിപ്പ് കൂട്ടായ്മ വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ച് കൊല്ലം പൂതക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1988 SSLC ബാച്ച് പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമ്മണി അമ്മ ഉദ്ഘാടനം ചെയ്തു. മഹാകവി വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ 42ാമത് ചരമ വാർഷിക ദിനാചരണം സംഘടിപ്പിച്ച പത്തനംതിട്ട രാജീവ് ഗാന്ധി കൾച്ചറൽ ചാരിറ്റബിൾ സെന്റർ മുൻ MLA ജോസഫ് M പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സെന്റർ പ്രസിഡന്റ് ലാലു തോമസ് അധ്യക്ഷനായി. KSRTC ജീവനക്കാർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത് യൂത്ത് കോൺഗ്രസ് അടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി. DCC ജനറൽ സെക്രട്ടറി ബിജു വർഗീസ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിനോ P രാജൻ എന്നിവർ നേതൃത്വം നൽകി. പത്തനംതിട്ട 7 പഞ്ചായത്തുകളിലായി നടത്തുന്ന പ്രീ മാരിറ്റൽ കൌൺസിലിംഗ് സെന്ററിലേക്ക് 3 വനിതാ കൌൺസിലേഴ്സിനെ നിയമിക്കുന്നു. വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ഇന്റർവ്യൂ ഈ മാസം 13-ന് ഇലന്തൂർ ബ്ലോക്ക് ഓഫീസിൽ. വളർത്തു നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പുമായി പത്തനംതിട്ട പെരുന്നാട് ഗ്രാമപഞ്ചായത്ത്. പദ്ധതി പെരുന്നാട് മൃഗാശുപത്രിയുമായി സഹകരിച്ച്. പത്തനംതിട്ട ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ബാലചിത്രരചന ജില്ലാതല മത്സരം ഈ മാസം 17-ന്. പരിപാടി രാവിലെ 10 മുതൽ 12 വരെ പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ. പത്തനംതിട്ട കുറ്റൂർ പഞ്ചായത്തിലെ മാമൂട്ടിൽപ്പടി തലയാർ റോഡിൽ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് പരിഹരിക്കാൻ നടപടി. കാഞ്ഞിരപ്പറമ്പ് ഭാഗത്ത് പൈപ്പ് പൊട്ടിയത് 2 ഇടത്ത്. കോട്ടയത്ത് തെരുവുനായ്ക്കളെ വന്ധ്യംകരിക്കാനുള്ള ABC പദ്ധതി പുനരാരംഭിക്കാനുള്ള നടപടി ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ. പദ്ധതിക്കായി പഞ്ചായത്തുകൾ 3 ലക്ഷവും നഗരസഭ 5 ലക്ഷം രൂപയും മാറ്റിവെക്കും. പാലായിലെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ പ്രവർത്തനം 24 മണിക്കൂറാക്കണമെന്ന് ജോസ് കെ മാണി MP RGCB ഡയറക്ടറുമായും ചീഫ് കൺട്രോളറുമായും ചർച്ച നടത്തി. കാലടി പ്ലാന്റേഷനിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷം. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ഭീഷണി. വൈദ്യുത വേലി സ്ഥാപിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം. തുടർച്ചയായ 6ാം വർഷവും ഓണത്തിനൊരു കൈത്താങ്ങ് പദ്ധതി നടപ്പാക്കി ജോഷ് മോൾ. മൂക്കന്നൂരിലെ 300ഓളം കുടുംബങ്ങൾക്ക് സഹായം എത്തിച്ചെന്ന MD ഔസേപ്പച്ചൻ. അഖില ഭാരതീയ പ്രജാപതി കുംഭകർ മഹാസംഘ് പുറത്തിറക്കിയ പ്രജാപതി ഓണപ്പതിപ്പിന്റെ പ്രകാശനം നടന്നു. കഥാകൃത്ത് സുജാത ശിവൻ ആദ്യ കോപ്പി പുറത്തിറക്കി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശ് വിലങ്ങറ അധ്യക്ഷനായി. SBIയുടെ പാലക്കാട്, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലെ ശാഖകളിൽ ഹൌസ് കീപ്പിംഗ് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഓണക്കാലത്തും ശമ്പളം ലഭിച്ചില്ലെന്ന് പരാതി. ഓഗസ്റ്റ് മാസത്തെ ശമ്പളം ഉടൻ നൽകണമെന്ന് SBI കോൺട്രാക്ട് ആൻഡ് കാഷ്വൽ ലേബർ യൂണിയൻ. തിരൂർ നിയോജക മണ്ഡലത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി. പുത്തനത്താണി തിരുനാവായ റോഡിൽ ടോൾ ബൂത്തിന് സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 25 ലക്ഷം രൂപ അനുവദിച്ചു കുരുക്കോളി മൊയ്തീൻ MLA. പേപ്പട്ടി ശല്യത്തിൽ സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ അപായ ബോർഡ് സ്ഥാപിച്ച പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ്. വൈസ് പ്രസിഡന്റ് സാദിഖുള്ള മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവോണനാളിൽ പാലത്തിനായി MLA ഓഫീസിന് മുന്നിൽ പട്ടിണി സമരവുമായി മലപ്പുറം കവളപ്പൊയ്ക നിവാസികൾ. ഇല്ലിക്കാട് പാലം യാഥാർത്ഥ്യമാക്കുന്നതിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് അനാസ്ഥയെന്ന ആരോപണം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് P മേനൻ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടോട്ടി ഉമരാബാദ് വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ഓണാഘോഷങ്ങൾ നാളെ. കരിപ്പൂർ CI ഷീബു ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ഗ്രീൻ ബാൻഡ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും അരങ്ങേറും. മലപ്പുറം എളങ്കൂർ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ച വെള്ളുവനാട് EC മണി ഓണം ഫെസ്റ്റിവലിന് സമാപനം. സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. കോഴിക്കോട് KSRTC ടെർമിനൽ തൂണുകളുടെ ബലപരിശോധന തുടങ്ങി. പരിശോധന നടത്തുന്നത് മദ്രാസ് IITയുടെ മേൽനോട്ടത്തിൽ. കോഴിക്കോട് കക്കയം ഡാം റോഡിൽ മണ്ണിടിച്ചിൽ. ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണിടിഞ്ഞത് ഹൈഡൽ ടൂറിസം ഗേറ്റിന് സമീപം. കോഴിക്കോട് മരിപ്പുഴ വനമേഖലയിലെ മലയിടിച്ചിലിൽ ആശങ്ക വേണ്ടെന്ന അധികൃതർ. അഗ്നിരക്ഷാസേന, സിവിൽ ഡിഫൻസ്, വനംവകുപ്പ് എന്നിവർ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. അന്തരിച്ച ഫോട്ടോഗ്രാഫർ നവനീതിന്റെ ഓർമ്മയ്ക്കായി മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചെറുകഥാ മത്സരം സംഘടിപ്പിക്കുന്നു. പ്രായപരിധി 45 വയസ്സ്. കഥകൾ നവംബർ 30-നകം ലഭിക്കണം.
ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായ സെലിബ്രിറ്റി കമ്പവലി മത്സരം ഈ മാസം 11-ന് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ കോഴിക്കോട് കോർപ്പറേഷൻ, കളക്ട്രേറ്റ്, ജില്ലാ പഞ്ചായത്ത്, സ്പോർട്സ് കൌൺസിൽ, പ്രസ് ക്ലബ് ടീമുകൾ പങ്കെടുക്കും. പുരുഷന്മാർക്കും വനിതകൾക്കും പ്രത്യേകം മത്സരങ്ങൾ. അപകട ഭീഷണി ഉയർത്തി കൽപ്പറ്റ ഗവൺമെന്റ് LP സ്കൂളിലേക്കുള്ള വഴിയിലെ മതിൽ കാലപ്പഴക്കത്തെ തുടർന്ന് മതിൽ ജീർണാവസ്ഥയിൽ. ഏത് നിമിഷവും പൊളിഞ്ഞു വീഴുന്ന നിലയിലുള്ളത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മതിൽ. വയനാട് ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഏർപ്പെടുത്തിയ വിലക്ക് ഈ മാസം 15 വരെ നീട്ടി. നടപടി ശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ. പൂതാടി പഞ്ചായത്തിൽ കാട്ടാന ആക്രമണം. കയ്യാലമുക്ക് ചൈത്യ സ്വാശ്രയ സംഘത്തിന്റെ വാഴ കൃഷി നശിപ്പിച്ചു. വയനാട്ടിൽ തെരുവ് നായ ശല്യത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് കേരള കോൺഗ്രസ് അമ്പലവയൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് TD മാത്യു ഉദ്ഘാടനം ചെയ്തു. വയനാട് പള്ളിവയൽ തോട്ടം മേഖലയിലെ 415 തൊഴിലാളികൾക്ക് പച്ചക്കറി കിറ്റുകൾ നൽകി കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജഷീർ നേതൃത്വം നൽകി. വയനാട് ബത്തേരിയിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി മാവേലി. ബത്തേരി പോലീസും SPC കേഡറ്റും ചേർന്നാണ് മാവേലിക്കൊപ്പം ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തിയത്. വയനാട്ടിൽ സ്വകാര്യ സ്ഥാപനം നടത്തിയ അനധികൃത നിർമ്മാണത്തിനെതിരെ പരാതി. വേമം പാടത്തിനും കൊയിലേരി കൈതക്കൽ റോഡിനുമിടയിൽ മതിലിന്റെ ബലം വർദ്ധിപ്പിക്കാൻ തോട്ടിലേക്ക് കരിങ്കല് കെട്ടി നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി. ലഹരി വിരുദ്ധ ബോധവത്കരണം നടത്തി വയനാട് ജില്ലാ പോലീസ്. പരിപാടി സംഘടിപ്പിച്ചത് കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, പുൽപ്പള്ളി, മീനങ്ങാടി, വൈത്തിരി ടൗണുകളിൽ. ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. ചെട്ടിക്കുളം കോളനികളിൽ ഓണാഘോഷം സംഘടിപ്പിച്ച് കണ്ണൂർ SFI SN കോളേജ് ആറളം യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളുടെ വീടുകളിൽ എത്തിച്ച വിഭവങ്ങൾ ഉപയോഗിച്ച് ഓണസദ്യ ഒരുക്കി. കണ്ണൂർ പിലാത്തറയിൽ അനധികൃത ചെങ്കൽ ഖനന പരാതിയിൽ നടപടി. റവന്യൂ സംഘം നടത്തിയ പരിശോധനയിൽ പാണപ്പുഴയിൽ നിന്ന് മണ്ണുമാന്തി യന്ത്രങ്ങളും ടിപ്പറുകളും കസ്റ്റഡിയിലെടുത്തു. തുടർ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം. കണ്ണൂർ കിളിയന്തരയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുത തൂണിലിടിച്ച് അപകടം. 1 മരണം, 3 പേർക്ക് പരിക്ക്. മരിച്ചത് പേരട്ട സ്വദേശി പ്രമോദ്. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുറത്തിറക്കിയ ലക്കി ബിൽ മൊബൈൽ ആപ്പ് അധിഷ്ഠിത സമ്മാന പദ്ധതിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കണ്ണൂരിൽ തുടക്കം. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കല്യാശ്ശേരിയിൽ ആട്ടിൻകൂട്ടിൽ കയറിയ പെരുമ്പാമ്പ് ആടിനെ വിഴുങ്ങി. പുതിയപുരയിൽ സുഹറയുടെ ആടിനെയാണ് വിഴുങ്ങിയത്. കണ്ണൂർ കാഞ്ഞിലേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതം. മോഷണം നടന്നത് തിങ്കളാഴ്ച രാത്രി. കണ്ണൂർ കേളകത്ത് സംഘടിപ്പിക്കുന്ന മലയോര വികസന സെമിനാറിനായി സംഘാടക സമിതി രൂപീകരിച്ചു. പരിപാടി ഹരിത ടൂറിസം കാഴ്ചപ്പാടും വികസന സാധ്യതകളും എന്ന വിഷയത്തിൽ ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, ടൂറിസം വകുപ്പ്, നവകേരളം കർമ്മ പദ്ധതി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ കാരി ഗ്രാമത്തിൽ അമ്പെയ്ത്ത് ചടങ്ങിന് തുടക്കം. കാരി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ് പരിപാടി. കാസർഗോഡ് പുല്ലൂർ പെരിയയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു. പദ്ധതി രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ ക്യാമ്പയിനുമായി കാസർഗോഡ് ചൂരി മേഖലയിലെ സംയുക്ത ജമാഅത്ത് കമ്മിറ്റി. ആദ്യഘട്ടമായി ബോധവത്കരണ ക്ലാസുകളും പോസ്റ്റർ പ്രചാരണവും നടത്തും. കാസർഗോഡ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കണിയാട പ്രദേശത്ത് ശക്തമായ കരയിടിച്ചിൽ. പുഴയോട് ചേർന്നുള്ള വലിയ ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു വീണു. 10ഓളം തെങ്ങുകൾ കടപുഴകി. പ്രശ്നപരിഹാരത്തിന് പ്രദേശത്ത് കരഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം. കാസർഗോഡ് വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ ചട്ടമല വെളിച്ചംതോട് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ. പരിഹരിക്കുക എന്ന ആവശ്യവുമായി നാട്ടുകാരുടെ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. തിരുവോണനാളിൽ ഉപവാസ സമരം നടത്തിയാണ് പ്രതിഷേധിച്ചത്. 30 വർഷം പഴക്കമുള്ള റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.
കാസർഗോഡ് ജില്ലയിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കടലിൽ പരിശോധന നടത്തി തീരദേശ പോലീസും എക്സൈസും ബോട്ടുകളും ചെറുവള്ളങ്ങളും പരിശോധിച്ചു. കാസർഗോഡ് പഴയ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു നഗരസഭ. കാൽനട യാത്രയ്ക്ക് ഭീഷണിയായ കാടുകളും വെട്ടിമാറ്റി. എന്റർടൈൻമെന്റ് ന്യൂസ്. ബോളിവുഡ് ചിത്രം മിഡിൽ ക്ലാസ് ലവിന്റെ റിലീസ് ഈ മാസം 16-ന്. പ്രീത് കമാനി, ഈഷ സിംഗ് എന്നിവർ പ്രധാന വേഷത്തിൽ. രത്ന സിൻഹയാണ് സംവിധാനം. ഫാക്ട് ചെക്ക്. ഗായകൻ ജസ്റ്റിസ് ടിംബർലേക്ക് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ മുദ്രാവാക്യം എഴുതിയ ടീഷർട്ട് ധരിച്ചെന്ന് വ്യാജ പ്രചാരണം. അമേരിക്കയെ ട്രംപ്ലെസ് ആയി നിലനിർത്തണമെന്ന് എഴുതിയ ടീഷർട്ട് ധരിച്ചെന്നാണ് പ്രചാരണം. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. പൊടിയരിയുടെ കയറ്റുമതി താത്കാലികമായി നിർത്തിവച്ച ഇന്ത്യ. ഉത്തരവ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. അസമിൽ വീണ്ടും വന്യജീവികളെ കടത്തുന്ന സംഘം പിടിയിൽ. 2 വാഹനങ്ങളിലായി കടത്താൻ ശ്രമിച്ചത് നിരവധി മൃഗങ്ങളെ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മൃഗങ്ങളെ കടത്തിക്കൊണ്ടുവന്നതെന്ന് പിടിയിലായ മിസോറാം സ്വദേശികൾ. ടുണീഷ്യയുടെ ആൻസ് ഡെബീർ US ഓപ്പൺ ഫൈനലിൽ. ഫ്രാൻസിന്റെ കരോലിൻ ഗാർസിയെ തോൽപ്പിച്ചത് നേരിട്ടുള്ള സെറ്റുകൾക്ക്. US ഓപ്പണിന്റെ ഫൈനലിൽ എത്തുന്ന ആദ്യ ആഫ്രിക്കൻ വനിതാ താരമാണ് ആൻസ് ഡെബീർ. ഡയമണ്ട് ലീഗിൽ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ ജമൈക്കയുടെ ഷെല്ലി യാനിന് സ്വർണം. 10.65 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തത്. ബലാത്സംഗ പരാതിയിൽ പ്രതികരണവുമായി ആരോപണ വിധേയനായ നേപ്പാൾ ദേശീയ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സന്ദീപ് ലാമിച്ച നിരപരാധിയെന്നും ആരോപണം നേരിടാൻ തയ്യാറെന്നും താരത്തിന്റെ ട്വീറ്റ്. 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്.